അധികാരത്തിൽ വന്നു ഉമ്മൻചാണ്ടി. അത് വന്നു കഴിഞ്ഞപ്പോൾ ഒരു പാഠപുസ്തകം തന്നെ ഇറക്കി ജനങ്ങളെ പഠിപ്പിച്ചു. ഞങ്ങൾ കുറേ വികസനം കൊണ്ടുവന്നിക്കണെന്ന് പറഞ്ഞു. അത് 16-ൽ ഇലക്ഷൻ വന്നപ്പം ഐക്യജനാധിപത്യ മുന്നണിനെ തറപറ്റിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിനെ അധികാരത്തിലേറ്റി. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും 21-ൽ അധികാരത്തിൽ വന്നു. അപ്പോഴും ഇവർ പറഞ്ഞത് 16 കഴിഞ്ഞതിന് ശേഷം ഇവർ പറഞ്ഞ കാര്യം എന്താണ്? പിന്നെ ഇതേ പാഠപുസ്തകം തന്നെ ഇറക്കി വികസനത്തിൻ്റെ കാര്യം. അതും ജനങ്ങൾ തള്ളി 21-ൽ അധികാരത്തിൽ വന്നു. ഇപ്പോൾ വേറെ ഒന്നും ഇപ്പോൾ വീണ് കിട്ടിയതാണിത്. ഇതിലും അവർ പറയുന്നത് ഇതന്നെ ഈ വികസനക്കാര്യാണ്. എല്ലാം അവർ കൊണ്ടുവന്നാണെന്നാണ് പറയുന്നത്. ഇതെല്ലാം തള്ളിക്കളഞ്ഞാണ്. അപ്പോൾ 11-ലും തള്ളിക്കളഞ്ഞു, പിന്നെ 16-ലും തള്ളിക്കളഞ്ഞു, 21-ലും തള്ളിക്കളഞ്ഞു. ഇപ്പോൾ വീണ്ടും ഇപ്പോൾ ഈ ഇലക്ഷനിലും ഇവർ പറയുന്നത് അത് തന്നെയാണ്. എല്ലാം പിണറായി കൊണ്ടുവന്നതല്ല, ഞങ്ങൾ കൊണ്ടുവന്നാണ്. അതൊക്കെ തള്ളിക്കളഞ്ഞിട്ട് ഇവർ ഇതേതാണ് പറയുന്നത്. അപ്പോൾ ഒരു പ്രതിപക്ഷം തന്നെ ഉണ്ടാവുമെന്നൊരു സംശയത്തിലാണ് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. അപ്പോൾ വികസനം തന്നെ നിലമ്പൂരിൽ ചർച്ചയാകുന്ന വികസനം തന്നെയാണ്. വികസനമാണ് ജനങ്ങൾക്ക് വേണ്ടിയത്, അല്ല മറ്റുള്ളതൊന്നുമല്ല. വികസനമാണ് വേണ്ടിയത്. നിലമ്പൂരിൻ്റെ വികസനം എങ്ങനെയാണ്? നിലമ്പൂരിൻ്റെ വികസനം ഇപ്പോൾ അൻവർ തന്നെ പറഞ്ഞല്ലോ, 1800 കോടി രൂപൻ്റെ വികസനം ഞാൻ ഇവിടെ കൊണ്ടുവന്നിക്കണമെന്നുള്ളത്. അതിപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലല്ലായിരുന്നു ആര് പിന്നെ അൻവർ നിന്നിരുന്നത്. അപ്പോൾ പിന്നെ കൂടുതലായിട്ട് പറയാനൊന്നുമില്ലല്ലോ. അതിവിടെ നടപ്പിലാക്കിയെന്ന് പറഞ്ഞല്ലോ. അപ്പം നമുക്ക് എതിരാണ് ഇവിടെ പുള്ളി തന്നെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഓരോന്ന് ചൂണ്ടിക്കാണിക്കാനുണ്ട്, നോക്കുന്നവർക്കൊക്കെ കാണാനുണ്ട്. ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, റോഡ്, പാലം എന്നിങ്ങനെ 35 കൊല്ലം മുൻപ് അധികാരത്തിലിരുന്ന് പിന്നെ എന്താണ് അരിയാടൻ മമ്മാക്ക എന്താ കൊണ്ടുവന്നില്ല എല്ലാവർക്കും അറിയാലോ. അന്നൊന്നും കാണാനില്ലായിരുന്നു. പിന്നെ വില്ലേജ് കാര്യങ്ങളൊക്കെയാണ്, അത് പൊതുവേ ഉള്ള കാര്യങ്ങളാണ് ഈ വില്ലേജും കാര്യങ്ങളൊക്കെ. അതിപ്പോൾ കാലത്തിനനുസരിച്ച് മാറി വരുന്നതാണ്. അതൊന്നും ഒരു വികസനത്തിൽ പെടൂലെന്നല്ല. അതിങ്ങനെ വർഷങ്ങളാകുമ്പോൾ അങ്ങനെ ഓരോന്ന് ആവശ്യമില്ല ജനങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ കാര്യപ്പെട്ട വികസനങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഒരു അജണ്ട ഉണ്ട് ആർക്ക് കോൺഗ്രസ്സിന്. അതെന്താ അജണ്ട എന്ന് ചോദിച്ചാൽ പിന്നെ ആദ്യം കുഞ്ഞാലിനെ വെടിവെച്ച് കൊന്നു, രണ്ടാമത് ജയിലിൽ കടന്നുകാണ്ട് വീണ്ടും ജയിച്ചു. അത് വെടിവെച്ച് കൊല്ലാൻ കാരണം തന്നെ ഇതാണ്, ആരും തല വെക്കൂല. ഇവിടുത്തെ പിന്നെ കോൺഗ്രസ് അതൊരു അജണ്ട തന്നെയാണ് അവരെ. അങ്ങനെ കുഞ്ഞാലിനെ കൊന്നു, രണ്ടാമത് ദേവദാസ് പൊറ്റക്കാടിനെ കുളിപ്പിച്ച് കടത്തി, അതൊക്കെ എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. പിന്നെ അവനെ ഒന്നുമില്ലാതെയാക്കി, അതും അങ്ങനെ പോയി. പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങൾ ആരും ഇവിടെ തല വെക്കാൻ അവരയക്കുന്നില്ല. അത് അവരുടെ ഒരു അജണ്ട ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. നിലമ്പൂരുകാരനെന്നുള്ള നിലക്ക് ഞാൻ കാണുന്നത് അങ്ങനെയാണ്. അവരില്ലായ്മ ചെയ്യുന്നുണ്ട്. ഇതന്നെ ഇപ്പം അൻവറിൻ്റെ പുറകെ തന്നെ പിന്നെ ഒരു 3 വർഷം മുൻപ് തുടങ്ങിയിട്ടുണ്ട് ഇവർ വൈത്താല കൂടുന്നത്. അത് അൻവർ തന്നെ ഏതോ ഒരു ചാനലിൽ, റിപ്പോർട്ട് ചാനലിലാന്ന് തോന്നുന്നു, പറഞ്ഞിട്ടുണ്ട്. പറയാതെ പറഞ്ഞു. എന്ത്? ഞാൻ പിന്നെ 8 മാസം മുൻപ് തന്നെ ഞാൻ ഈ കാര്യം പറഞ്ഞതാണ്. അത് പിന്നെ കോൺഗ്രസ്സുകാർ സമ്മതിച്ചില്ല. പറഞ്ഞു മനസ്സിലായി? അപ്പോൾ അത് പറയാതെ പറഞ്ഞതാണ്. പറഞ്ഞു മനസ്സിലായി? അപ്പോൾ അതിവർ എത്ര മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട്, 2-3 വർഷം മുൻപ് തന്നെ ഇവരിത് തുടങ്ങിയിട്ടുണ്ട്. ഈ വിഷയം, ഈ അജണ്ട, ഇതൊക്കെ തന്നെ പറയാനുള്ളത്. അതിപ്പോൾ അവർ നടപ്പിലാക്കി, അവർ വിചാരിച്ചെടുത്ത് കുത്തി. ഇപ്പോൾ ഒന്നുമില്ലാതെ അൻവറിനെയാക്കി. ഈ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി ഉള്ളി ഒന്നുമില്ലാതെയാവും. ഇതാണ് പറയാനുള്ളത്. അത് പലതരത്തിൽ അധിക്ഷേപിച്ചു, അല്ലാതെ മറ്റത് അവർ പാട്ടിലാക്കിങ്ങാണ്ട് കൊന്നു ഒക്കെ, അങ്ങനെയുള്ള നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പം ഞാനീ പറഞ്ഞതൊക്കെ നുണയല്ലല്ലോ. അതൊക്കെ ഇപ്പം നമുക്ക് വിലയിരുത്തിയാൽ മനസ്സിലാകുന്ന കാര്യങ്ങളല്ലേ. ഇതല്ല, കുഞ്ഞാലിനെ കൊന്നു, ദേവദാസ് പൊറ്റക്കാടിനെ എങ്ങനെയാണ് ജനങ്ങൾക്ക് മനസ്സിലാവും. അതേമാതിരി ഓരോരുത്തരും ഇവിടെ ഇല്ലാതാക്കിയത്. പിന്നെ അരിയാടനെ നിലനിൽപ്പിന് വേണ്ടി കൊണ്ട് ഇടതുപക്ഷത്തേക്ക് ചാടി, അങ്ങനെ മന്ത്രിയായി, കുറേയൊക്കെ എന്തെങ്കിലും ചെയ്തു, വീണ്ടും മൂപ്പര് അങ്ങോട്ട് തന്നെ പോയി. ഇതൊക്കെ മൂപ്പര് ഓരൊക്കെ ഒരു ആവശ്യമായിരുന്നു, ഇങ്ങോട്ട് വരലും അങ്ങോട്ട് പോക്കൊക്കെ. ഈ നിലമ്പൂർ ആയിഷ എന്ന് പറയുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രശസ്തമായ നിലമ്പൂരിന്റെ മുഖമാണ് നിലമ്പൂർ ആയിഷ. ആ നിലമ്പൂർ ആയിഷയ്ക്കെതിരെ തീവ്രമായ ഒരു സൈബർ ആക്രമണം ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. പുള്ളിക്കാരത്തി പൊതുവെ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ എല്ലാ കാര്യങ്ങൾക്കും പങ്കെടുക്കുന്നതും ഇരിക്കുന്നതൊക്കെ എനിക്ക് നേരിട്ട് അറിയില്ല, ഞാൻ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ. നമ്മളെയും കോൺഗ്രസിൽ നിന്നൊക്കെ അദ്ദേഹത്തെ അവഹേളിച്ചും അതുണ്ട്. അതിപ്പോൾ ഉണ്ട്. ഇടതുപക്ഷത്തിൽ കൂടുതൽ പ്രവർത്തിക്കുന്നുണ്ട് പുള്ളിക്കാരി ഇറങ്ങിയാണ്ട്. അപ്പോൾ പിന്നെ വലതുപക്ഷത്തിന് അത് ഉണ്ടാവുമല്ലോ, അവർക്കത് കണ്ടു നിൽക്കാൻ പറ്റില്ലല്ലോ. ഇതാണ് വിഷയം, അല്ലാത്തൊന്നുമല്ല. ഇപ്പം അങ്ങനെ എല്ലാവരും ഉണ്ട്. അതേമാതിരി എഴുത്തുകാരായാലും
ഹോസ്പിറ്റലായാലും ഒക്കെ ഉണ്ട്, ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ സ്വരാജിന് വേണ്ടിങ്ങാണ്ട് ഇതൊന്നും ഇപ്പോൾ അവർക്ക് ദഹിക്കൂലല്ലോ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് അവരുടെ ഒരു അജണ്ടയാണ്. അത് അജണ്ട പോലും നടപ്പിലാക്കണം. അതാണ് ഇപ്പോൾ അൻവറിനും സംഭവിച്ചത്. അൻവറൊക്കെ എൻ്റെ വീട്ടിൽ എപ്പോഴും വരുന്ന ആളാണ്, നമ്മളെ ദോസ്താണ്, കാര്യം ശരിയാണ്. ഇത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഒരു കാര്യമില്ലാതെയാണ് പുള്ളി പോയിട്ടുള്ളത്. പറഞ്ഞു മനസ്സിലായി? അത് വശത്താക്കി വെട്ടിലാക്കി പോയി. അത് ബുദ്ധിയുണ്ട് അൻവറിന്, പക്ഷേ വിവേക ബുദ്ധി ഇല്ലാതെ പോയി പുള്ളി. ഒരു വിവേക ബുദ്ധി പറഞ്ഞൊരു ബുദ്ധി ഉണ്ടല്ലോ, അത് പുള്ളിക്കാരനില്ലാതെ പോയി. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. അവസാന ഘട്ടത്തിൽ 2 സ്ഥാനങ്ങൾ ഉൾപ്പെടെ UDF-നോട് ചോദിക്കുന്നുണ്ടായി. അതാ ഞാൻ പറഞ്ഞത്, ആദ്യം പറഞ്ഞത് എന്ത്, ഇതൊരു 3 വർഷം മുൻപ് തന്നെ ഈ സംഭവം നടന്നുകൊണ്ട് വരുന്നുണ്ട്. അത് പുറത്താരും അറിഞ്ഞില്ല എന്നുള്ളൂ. പിന്നെ പോലത്തോൽക്കൊക്കെ ചിലർക്കൊക്കെ അത് മനസ്സിലാവും. പറഞ്ഞു മനസ്സിലായി? ഇതാണ് പറഞ്ഞത്. ഇതാണ് നിലമ്പൂരിൻ്റെ മുഖം. അതെ, വിധി എഴുതും, ഉറപ്പാണ്. ചിന്തിക്കുന്ന മനുഷ്യരെല്ലാം ഇത് വിധി എഴുതും. ഇപ്പോഴും പറയുന്നതൊക്കെ ഒരു മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താ പറയുന്നതെന്നില്ല എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. അച്ഛനോണ ഇത് തന്നെ പറയുന്നത്. പെൻഷനെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ അഖിലേന്ത്യാ നേതാവ് തന്നെ പറഞ്ഞത് എന്താ, എല്ലാവർക്കും അറിയുന്ന വിഷയമാണത്. കൈക്കൂലി കൊടുക്കുകയാണ് അല്ലേ ഇത് കൊടുക്കുന്നത്. അതൊക്കെ ഒരു അഖിലേന്ത്യാ നേതാവ് പറയാൻ പാടുണ്ടോ? ഇല്ല. ഇപ്പോൾ ഇവിടെ ഒരു 30 ദിവസം ഇപ്പം മഴ അടുപ്പിച്ച് പെയ്തു നമ്മളീ നിലമ്പൂർ. ഒരു പണിക്കും പോകാൻ പറ്റാത്ത സാധാരണക്കാരാണ് ഇവിടെ. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ സ്കൂൾ തുറന്നു, ചില്ലറ പാഠപുസ്തകം പിന്നെ അതേമാതിരി ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കണം പിള്ളേർക്ക്. അതുപോലെ തന്നെ ഇവിടെ പെരുന്നാൾ വന്നു. അപ്പോൾ 2500 3200 ഒരുമിച്ച് കിട്ടുക എന്ന് പറയുന്നത് അത് വലിയൊരു കിട്ടലാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ അതിനെതിരെയാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് ഇതിൻ്റെ പേരിൽ. അത് പിന്നെ ഇതിൻ്റെ മുൻപ് ആദ്യം പറഞ്ഞിട്ടുണ്ട്. 80-ൽ നയനാർ സർക്കാർ ഇത് 40-45 കൊണ്ടുവന്നു. അന്ന് ഒരു തന്നെ പറഞ്ഞത് ഇത് കള്ളുപിടിക്കാൻ കൊടുക്കുകയാണെന്നാണ്. പറഞ്ഞു മനസ്സിലായി? അത് കഴിഞ്ഞിട്ട് 83-ൽ 84-ൽ 85-ൽ കുറച്ച് കൂട്ടി. ഇവരെന്താ കൂട്ടിയത്? 100-100 എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ആകെ കോൺഗ്രസ് കൂട്ടിയിട്ടുള്ളൂ. അതന്നെ പിന്നെ 16-ൽ ഇറങ്ങി പോരുമ്പോൾ 18 മാസത്തെ കുടിശ്ശിക ബാക്കി വെച്ചതാണ്. അന്ന് 28 ലക്ഷം പേർക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊടുക്കാനുള്ളത്, പിന്നെ കൊടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞതിന് പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നപ്പം 62-60 ലക്ഷം പേർക്കറ്റ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അന്ന് 18 മാസത്തെ കുടിശ്ശികയുണ്ട്. ആദ്യം തന്നെ ഈ സർക്കാർ 16-ൽ വന്നപ്പം, ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നപ്പം, ആദ്യത്തെ ക്യാബിനറ്റ് മന്ത്രിസഭ കൂടിയപ്പം ആദ്യം തന്നെ പറഞ്ഞത് എന്താണ്, പെൻഷൻ്റെ കാര്യമാണ് അവരെടുത്തിട്ട്. അതങ്ങനെ കൊടുത്തു. 10,000, 15,000, 20,000 ഒക്കെ ഇവിടെ ഇങ്ങനെ കിട്ടിയപ്പോൾ എല്ലാവരും സന്തോഷിച്ചു. ഇതാണ് നല്ലത്. അതവിടുന്ന് ഇങ്ങനെ തുടർന്ന് ഇങ്ങനെ പോകുന്നു. അതെല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. പിന്നെ ഇവിടെ നടന്നത് എന്താ, നിപ്പോ, അതേപോലെ തന്നെ പിന്നെ കൊറോണ, അതുപോലെയുള്ള പ്രശ്നങ്ങൾ കുറേ വന്നതാണ് ഇവിടെ. അതിനൊക്കെ തരണം ചെയ്ത് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വീണ്ടും വന്നു. അത് മനസ്സിലായി? ഇതിനൊക്കെ തരണം ചെയ്ത് അവരിട്ട കല്ലെല്ലാം ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അവരിട്ട കല്ലെല്ലാം അതുപോലും അവർക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. 10 റുപ്യ അതിന് വേണ്ടി മാറ്റി വെക്കാനും അവർക്ക് സാധിച്ചിട്ടില്ല. അതെല്ലാം പിണറായി സർക്കാരാണ് കൊണ്ടുവന്നത്. പറഞ്ഞു മനസ്സിലായി? നികത്തിയത്. അവർക്കൊരു അജണ്ട ഉണ്ടായിരുന്നു, അവരും ജനങ്ങളെ മുന്നിൽ അത് വെച്ചു. കുറേ സംഗതികൾ അതെല്ലാം അവർ നടപ്പിലാക്കി. ഇതൊന്നും നടപ്പിലാക്കിയില്ല. അത് ജനങ്ങൾ പിന്നെ 16-ലും തള്ളി, അതേമാതിരി 21-ലും തള്ളി, ഇനിയിപ്പോൾ ഇതിലും തള്ളും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒരു പ്രതിപക്ഷം തന്നെ ഇനി ഉണ്ടാകുമെന്നില്ലേ. ഇവിടെ ഒരു പ്രതിപക്ഷം ഏതായാലും വേണമല്ലോ ഭരിക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ പ്രതിപക്ഷം തന്നെ ഉണ്ടാകുമെന്നില്ലാണ് ഇപ്പോൾ സംശയം. ഈ അജണ്ട ഒന്ന് മാറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ ആര് ഈ 11 പറഞ്ഞതും 16-ൽ പറഞ്ഞതും 21-ൽ പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊന്നും ഇവിടെ മാറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ, ഐക്യജനാധിപത്യ മുന്നണി മാറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ ഇനി ഇവിടെ പ്രതിപക്ഷം തന്നെ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ജനങ്ങൾ തള്ളിക്കളഞ്ഞ കാര്യം തന്നെ പറയുന്നത്. ഇതൊക്കെ ഞങ്ങൾ കൊടുന്നാന്നാണ് പറയുന്നത്. ആ ജനങ്ങൾ വിശ്വസിക്കണില്ലല്ലോ. അധികാരത്തിൽ കയറ്റല്ലേ പിണറായി സർക്കാർ. ഇങ്ങനെ അധികാരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ രണ്ട് പ്രാവശ്യം വന്നില്ലേ. ഇന്ന് ഇവർ ഈ പറയുന്നതിൽ എന്താ കാര്യം? ഒരർത്ഥമല്ലല്ലോ. ജനങ്ങളെ തെളിയിച്ചു കൊടുത്തിട്ട് ഇവർ ഈ അജണ്ട മാറ്റുന്നില്ല. ഇതേ അജണ്ട തന്നെയാണ് വീണ്ടും എടുത്തിടുന്നത്. ഇനി ഈ അജണ്ടയിൽ തന്നെ പോലെ അത് മാറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടാവുമെന്നുള്ളത് സംശയമാണ്.